എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 100% റിസൾട്ട് കിട്ടുന്ന നല്ലൊരു നാച്ചുറൽ ഹെയർ ഡൈയുടെ വീഡിയോ ആയിട്ടാണ്. മുടി നരക്കുന്നത് പ്രായമാകുന്നതിൻ്റെ ലക്ഷണമാണെന്നാണല്ലോ പറയാറ്. പഴയ കാലത്ത് 50 വയസ്സ് കഴിഞ്ഞവരിലാണ് സാധാരണയായിട്ട് നര കണ്ടുവരുന്നതല്ലേ. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ കുട്ടികൾ മുതൽ 20-30 വയസ്സ് പ്രായമായവരിൽ പോലും നര കാണപ്പെടുന്നു. മെലാനിൻ്റെ കുറവും മാറി വരുന്ന കാലാവസ്ഥാ വ്യതിയാനവും പോഷകാഹാര കുറവും ആയിരിക്കാം ഇതിന് കാരണമാവുന്നത്. മുടി നരച്ചതുകൊണ്ട് പുറത്തു പോകാൻ തന്നെ മടിയായിരിക്കും. മുടി കറുപ്പിക്കാനായിട്ട് കെമിക്കൽ അടങ്ങിയ പലതരം ഡൈ ഉപയോഗിച്ച് മുടി കറുപ്പിക്കുന്നു. പെട്ടെന്ന് മുടി കറുപ്പാവുമെങ്കിലും കുറച്ച് മുടി മാത്രമേ നരച്ചിട്ടുള്ളൂ എങ്കിലും കെമിക്കൽ ഡൈയുടെ നിരന്തരമായിട്ടുള്ള ഉപയോഗം കാരണം കൂടുതൽ മുടി നരക്കാൻ സാധ്യത കൂടുതലാണ്. മാത്രമല്ല പലതരം അലർജി പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങൾ വേറെയും. എന്നാൽ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഹെയർ ഡൈ ആകുമ്പോൾ അങ്ങനെ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല. ഇന്നത്തെ ഹെയർ ഡൈ തയ്യാറാക്കുന്നത് ഉഷമലരി എന്ന പേരിൽ അറിയപ്പെടുന്ന പൂവ് കൊണ്ടാണ്. എനിക്ക് ഹെയർ ഡൈ പറഞ്ഞു തന്നത് നമ്മൾ നാട്ടിലുള്ള ഒരു നാട്ടുവൈദ്യനാണ്. ഒരുപാട് ആൾക്കാർക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഹെയർ ഡൈ ആണിത്. പലതരം കളറുകളിൽ നമ്മുടെ പൂന്തോട്ടങ്ങളുടെ മനോഹാരിത വർദ്ധിപ്പിക്കുന്ന ഒരു സസ്യമാണ് ഉഷമലരി. ഉഷമലരി കേരളത്തിൽ പല പേരുകളിൽ അറിയപ്പെടുന്നു. ഉഷമലരി, നിത്യകല്യാണി, ശവനാറി, ശവക്കോട്ട പച്ച എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. പൂവിൻ്റെ വിത്ത് താഴെ വീണ് കിളിർക്കുന്നത് വഴിയാണ് പുതിയ തൈകൾ ഉണ്ടാകുന്നത്. ചുവപ്പും വെള്ളയും കളറിൽ കാണപ്പെടുന്ന 2 ഇനങ്ങളാണ് കൂടുതൽ ഔഷധ മൂല്യം എന്ന് പറയപ്പെടുന്നു. നിത്യവും പുഷ്പിക്കുന്നത് കൊണ്ടാണ് ഇതിന് നിത്യകല്യാണി എന്ന പേര് വന്നത്. എന്നാൽ ശ്മശാനത്തിൽ ധാരാളമായി ഈ സസ്യത്തെ കണ്ടുവരുന്നതിനാൽ ആളുകൾ ശവക്കൊട്ടപ്പച്ച എന്ന വിളിപ്പേരും ഈ സസ്യത്തിന് നൽകി. നിത്യകല്യാണി ഇലയുടെ നീര് 10 മില്ലി വീതം 2 നേരം കുടിച്ചാൽ പ്രമേഹം ശമിക്കും. കൂടാതെ കടന്നൽ, തേള് പോലെയുള്ളവയുടെ വിഷം അകറ്റുവാനും ഇതിൻ്റെ നീര് പിഴിഞ്ഞൊഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉഷമലരി കൊണ്ടുള്ള ഹെയർ ഡൈ തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കാം. ഹെയർ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് നിത്യകല്യാണിയുടെ പൂവും ഇലയും എടുത്തിട്ടുണ്ട്. ഈ ചെടിയെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഉഷമലരി, ശവക്കൊട്ടപ്പച്ച, നിത്യകല്യാണി, വസിപ്പൂ എന്നീ പേരിലൊക്കെ അറിയപ്പെടാറുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ വസിപ്പൂ എന്നാണ് പറയാറ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യുക. ഈ പൂവും ഇലയും നല്ല പോലെ അരച്ചെടുക്കണം. അരച്ചെടുക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു കട്ടൻ ചായ തയ്യാറാക്കിയെടുക്കാം. കട്ടൻ ചായ ഉണ്ടാക്കാനായിട്ട് ഗ്യാസ് അടുപ്പിൽ ഒരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 250 മില്ലി ഗ്ലാസിൻ്റെ അളവിനാണ് എടുക്കുന്നത്. ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. വെള്ളം നല്ല പോലെ ചൂടായി വരട്ടെ. വെള്ളം നല്ല പോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ്. ചായപ്പൊടിയുടെ കൂടെ 1 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചായപ്പൊടിയും കരിഞ്ജീരകമൊക്കെ മുടിക്ക് വളരെ നല്ലതാണ്. മുടിക്ക് നല്ല ബലം കിട്ടാൻ വേണ്ടിയിട്ടും നല്ല ഉള്ളോട് കൂടിയ മുടി വളരാൻ വേണ്ടിയിട്ടും താരം മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യും. 1 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ തിളച്ച് വരട്ടെ. 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. ഇനി ഇത് 1/2 ഗ്ലാസ് ആയിട്ട് വരുന്നവരെ ഒന്ന് വറ്റിച്ചെടുക്കണം. സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ചായപ്പൊടിയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചായപ്പൊടിയും കരിഞ്ജീരകവും ഇട്ട് വെച്ച ഈ വെള്ളം ഇത് നല്ല പോലെ തിളച്ച് വറ്റി വന്നിട്ട് ഏകദേശം ഒരു 1/2 ഗ്ലാസ് പോലെ ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. തണുത്ത ശേഷം അരിച്ചൊഴിക്കേണ്ടതാണ്. ഒന്ന് തണുത്ത് വരട്ടെ. കരിഞ്ജീരകവും ചായപ്പൊടിയും ഇട്ട് തിളപ്പിച്ച വെള്ളം ഇത് നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഈ അരിപ്പയിലൊന്ന് അരിച്ചെടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം ചായപ്പൊടിയുടെയും കരിഞ്ജീരകത്തിൻ്റെയും ഒക്കെ സത്ത് മുഴുവനായിട്ടും കിട്ടും. മുഴുവനായിട്ടും അരിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഇതിപ്പോൾ 1/2 ഗ്ലാസോളം ആയിട്ടുണ്ട്. ഈ വെള്ളം ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മൾ ദിവസം കുളിക്കുന്നതിന് മുന്നേ മുടിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. മുടി നല്ല പോലെ വളരാനും മുടിക്ക് നല്ലൊരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടും താരം മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ വെള്ളം ഒന്ന് മാറ്റി വെക്കാം. ഇലയും പൂവും ഒന്ന് അരച്ചെടുക്കാം. അരക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. പുഴുവോ പ്രാണിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് ആദ്യം അരച്ചെടുക്കാം. ജാറിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഇലയും പൂവും ഇട്ട് കൊടുക്കാം. അരിയാൻ ആവശ്യമായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ കട്ടൻ ചായ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ അരച്ചെടുത്തിട്ട് വരാം. ഇലയും പൂവും ഇത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരച്ചെടുത്ത മിക്സ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഡൈ മിക്സ് ചെയ്യുന്നത് നമുക്ക് നോക്കാം.
ഡൈ മിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടി എടുത്തിട്ടുണ്ട്. ഡൈ മിക്സ് ചെയ്യാൻ എപ്പോഴും നല്ലത് ഇരുമ്പ് ചട്ടിയാണ്. ഇരുമ്പിൽ അയൺ ഓക്സൈഡ് അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഡൈക്ക് നല്ല കറുപ്പ് കളർ കിട്ടും. പ്രത്യേകിച്ച് തുരുമ്പുള്ള ചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. തുരുമ്പിൽ ഫെറിക് ഓക്സൈഡ് അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഡൈക്ക് നല്ല കറുപ്പ് കളർ കിട്ടാൻ സഹായിക്കും. ഡൈ മിക്സ് ചെയ്യാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മൈലാഞ്ചി പൊടിയാണ്. മൈലാഞ്ചി പൊടി എടുക്കുമ്പോൾ നമ്മൾ നല്ല ബ്രാൻഡ് നോക്കിയിട്ടും എടുക്കണം, അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് എടുക്കണം, എന്നാലേ നല്ലൊരു കളർ കിട്ടുള്ളൂ. 2 ടേബിൾ സ്പൂൺ മൈലാഞ്ചി പൊടി ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നെല്ലിക്കപ്പൊടിയാണ്. നെല്ലിക്ക മുടിക്ക് വളരെ നല്ലതാണ്. മുടി നല്ല കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും താരം മാറാനും മുടിക്ക് നല്ല കളർ കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. 1 ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ 2 ടേബിൾ സ്പൂൺ മൈലാഞ്ചി പൊടിയാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മൈലാഞ്ചി പൊടിക്ക് 1 ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടിയാണ് വേണ്ടത്. ഈ 2 പൊടിയും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇലയും പൂവും ചേർത്ത ആ മിക്സ് നമുക്ക് ഒഴിച്ച് യോജിപ്പിച്ചെടുക്കാം. ഇലയും പൂവും ചേർത്തിട്ടുള്ള ഈ മിക്സ് ആഴ്ചയിൽ 2 തവണ നമ്മൾ മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മുടിക്ക് വളരെ നല്ലതാണ്. മുടി നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ടും പേൻ ശല്യം മാറാനും മുടി നല്ല കറുപ്പ് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ കൂടിപ്പോകാൻ പാടില്ല. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നല്ല തിക്കായിട്ടാണ് ഉള്ളത്. ഇനി കുറച്ചുകൂടി മിക്സ് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള ഈ മിക്സ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. നല്ല പോലെ തന്നെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നോക്കുക, ചീനച്ചട്ടിയുടെ ആ ഒരു സൈഡൊക്കെ നല്ലൊരു ബ്ലാക്ക് കളറായിട്ട് വരുന്നുണ്ട്. നമ്മളിത് ഇപ്പം തന്നെ തലയിൽ അപ്ലൈ ചെയ്യുന്നില്ല. ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മുടിയിൽ തേച്ച് കൊടുക്കേണ്ടത്. ഡൈ മൂടി വെച്ചിട്ട് നമുക്കിനി ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. ഡൈ മിക്സ് ചെയ്ത് വെച്ചിട്ട് പിറ്റേന്ന് നോക്കിയപ്പോൾ നമുക്ക് നല്ല ബ്ലാക്ക് കളറാണ് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട്. നമ്മളിത് നരച്ച മുടിയിൽ തേച്ച് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മുടി നല്ല പോലെ ചീകി വൃത്തിയാക്കിയ ശേഷം ഒട്ടും തന്നെ എണ്ണമയമില്ലാത്ത മുടിയിലായിരിക്കണം നമ്മളിത് തേച്ച് കൊടുക്കേണ്ടത്. മാക്സിമം 2 മണിക്കൂറെങ്കിലും മുടിയിൽ ഉണ്ടായിരിക്കണം. അതിനുശേഷം മാത്രമാണ് തല കഴുകിക്കളയേണ്ടത്. തല കഴുകിക്കഴിഞ്ഞ ശേഷം ഷാമ്പുവോ സോപ്പോ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. വേണമെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു അഥവാ വീര്യം കുറഞ്ഞ ഷാമ്പു ഉപയോഗിക്കാവുന്നതാണ്. നമ്മളിത് ആഴ്ചയിൽ 2 തവണ പുരട്ടി കൊടുത്താൽ മതി. പിന്നീട് മാസത്തിൽ 1 തവണ തേക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും. ഡൈ അലർജി ഉള്ളവർക്ക് പോലും ഈ ഡൈ ധൈര്യത്തിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നിത്യ കല്യാണി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ചെടി കൊണ്ടുണ്ടാക്കിയ ഹെയർ ഡൈ ഒരുപാട് ആൾക്കാർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും. അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനി പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.